നൈസ് തങ്കോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളുടെ ഗണിതം പരീക്ഷയുടെ ചില മോഡൽ ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. സമയമൊട്ടും കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? നോക്കൂ കൂട്ടുകാരെ, കഴിഞ്ഞ 3 പ്രവർത്തനങ്ങൾ മുൻപത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിരുന്നു. ഒരു 4ാമത്തെ പ്രവർത്തനം, വർഗവും വർഗമൂലവും. നോക്കൂ, സമചതുരാകൃതിയിലുള്ള ഒരു ഹാളിൻ്റെ ഒരു വശം 35 മീറ്ററാണ്. അതിൽ ടൈൽ പാകുന്നതിന് ചതുരശ്ര മീറ്ററിന് 80 രൂപ പ്രകാരം എന്ത് ചിലവാകും? നോക്കുക, ഹാളിൻ്റെ ഒരു വശം 35 മീറ്ററാണ് അല്ലേ? അതിൽ ടൈൽ പാകുന്നതിന് എത്ര രൂപയാകുമെന്ന, ചതുരശ്ര മീറ്ററിന് 80 രൂപ വെച്ചാണ് ആകുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സമചതുരാകൃതിയിലുള്ള ഹാളിൽ മുഴുവൻ ടൈൽ പാകുമ്പോൾ എത്ര രൂപ ചിലവാകും? അടുത്തത്, താഴെ പറയുന്ന സംഖ്യകളുടെ വർഗ്ഗമൂലം കാണുക. 2 സംഖ്യകൾ തന്നിട്ടുണ്ട്. 1764 0.00004096 രണ്ടിൻ്റെയും വർഗ്ഗമൂലവും കാണുക. അപ്പോൾ എങ്ങനെ കാണാം? ഹാളിൻ്റെ പരപ്പളവ് ഒരു വശം 35 മീറ്ററാണ് അല്ലേ? സമചതുരാകൃതി എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പരപ്പളവ് എത്രയാ? 35 × 35 അല്ലേ? അപ്പോൾ എത്ര കിട്ടും? 1225 ചതുരശ്ര മീറ്റർ. 1225 ചതുരശ്ര മീറ്റർ. ഇനി ടൈലിടുന്നതിനുള്ള ചിലവോ? 1225 പരപ്പളവ്. പരപ്പളവിനെ ഒരു ചതുരശ്ര മീറ്ററിന് എത്ര രൂപയാകുമെന്ന് വെച്ച് നോക്കിയാൽ പോരെ? അപ്പോൾ 1225 × 80 എത്ര കിട്ടും? 98,000 രൂപ അല്ലേ? നോക്കൂ, അടുത്ത് വന്നിരിക്കുന്നത് വർഗ്ഗമൂലം കാണാനാണ്. 1764 വർഗ്ഗമൂലം കാണുക. സ്പ്ലിറ്റ് ചെയ്യാൻ അറിയാലോ. 1764 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 882. വീണ്ടും 2ൽ പൂർണ്ണമായിട്ട് പോകും. 2 441. 441 2ൽ പോവില്ല. പിന്നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 147. 147 2ൽ പോകത്തില്ല. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 49. 49 2ലും പോകത്തില്ല, 3ലും പോകത്തില്ല, 4ലും 5ലും 6ലും പോകത്തില്ല. 7 7 49 അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം? വർഗ്ഗമൂലം കാണാനാണ്. റൂട്ടിട്ട് സംഖ്യ എഴുതുക. അതിനുശേഷം നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത സംഖ്യകൾ റൂട്ടിനകത്ത് എഴുതുക. 2 × 2 × 3 × 3 × 7 × 7. അത് 2ൻ്റെ സ്ക്വയർ, 3ൻ്റെ സ്ക്വയർ, 7ൻ്റെ സ്ക്വയർ. റൂട്ടിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ 2 എണ്ണം വീതമുണ്ടെങ്കിൽ ഓരോന്ന് പുറത്തെടുത്താൽ മതി. അപ്പോൾ 2 × 3 × 7 എത്ര കിട്ടും? 6 × 7 42. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത് തന്നിരിക്കുന്ന വർഗ്ഗമൂലം 0.00004096 വർഗ്ഗമൂലം കാണാനാണ്. അപ്പോൾ പോയിൻറ്റും 0 ഒക്കെ മാറ്റിയിട്ട സംഖ്യയുടെ മാത്രം വർഗ്ഗമൂലം നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് വയ്ക്കാം. 4096. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എത്ര കിട്ടും? 2048. അതിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1024. 4ൽ അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 512. അതിലും 2ൽ പൂർണ്ണമായിട്ട് പോകും. 256 6. അപ്പോൾ അതും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 128. 8ൽ അവസാനിച്ചിരിക്കുന്നത്. 2 കൊണ്ട് പോകും. ഇരട്ട സംഖ്യകളെല്ലാം 2 കൊണ്ട് പോകുമല്ലോ പൂർണ്ണമായിട്ട്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 64. വീണ്ടും 2 32. 2 കൊണ്ട് തന്നെ പോകും. 16. വീണ്ടും 2 കൊണ്ട് പോകും. 8. 2 കൊണ്ട് തന്നെ പോകും. 4 2 2. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം? റൂട്ട് ഓഫ് 4096 റൂട്ട് ഇട്ടിട്ട് നമ്മുടെ സംഖ്യകൾ എഴുതുക. 2 എണ്ണം വെച്ച് സ്ക്വയർ ഇട്ട് എഴുതുക. 2ൻ്റെ സ്ക്വയർ 2ൻ്റെ സ്ക്വയർ 2ൻ്റെ സ്ക്വയർ 2ൻ്റെ സ്ക്വയർ 2ൻ്റെ സ്ക്വയർ 2ൻ്റെ സ്ക്വയർ അല്ലേ? എത്ര 2ൻ്റെ സ്ക്വയർ ഇട്ടു? 6 2ൻ്റെ സ്ക്വയർ ഇട്ടു. അതായത് 2 അതിനെ റൂട്ടിൽ നിന്ന് മാറ്റുമ്പോൾ 2 × 2 × 2 × 2 × 2 6 പ്രാവശ്യം ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 64. നമ്മുടെ സംഖ്യയുടെ മാത്രമാണ് കണ്ടു വച്ചേക്കുന്നത് അല്ലേ? ഇനി എന്ത് ചെയ്യുക? പോയിൻ്റ് ഇട്ട് ചെയ്യുക. 4 പോയിൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ റൂട്ട് മാറ്റുമ്പോൾ 4 2 കുറയും. അപ്പോൾ 0.0064. ക്ലിയർ? പ്രവർത്തനം 5, റബ്ബർ വിൽപ്പന. ഒരു റബ്ബർ കച്ചവടക്കാരൻ കിലോഗ്രാമിന് 125 രൂപ നിരക്കിൽ 12,500 കിലോഗ്രാം റബ്ബർ വാങ്ങി. 1 കിലോഗ്രാമിന് 4 രൂപ വീതം ലാഭമെടുത്ത് വിൽക്കുന്നു.
125 രൂപയ്ക്കാണ് വാങ്ങിയത്, 1 കിലോയ്ക്ക് 125 രൂപയ്ക്ക്. എന്നിട്ട് 4 രൂപ ലാഭത്തിന്, 1 കിലോയുടെ പുറത്ത് 4 രൂപ ലാഭത്തിന് അദ്ദേഹം വിൽക്കുന്നു. ഇനി നോക്കൂ, ആകെ എത്ര രൂപയ്ക്ക് റബ്ബർ വാങ്ങി? ലാഭം നോക്കണ്ട, അദ്ദേഹം എത്ര രൂപയ്ക്ക് റബ്ബർ വാങ്ങിയെന്ന് മാത്രം നോക്കിയാൽ മതി. രണ്ടാമത്, 1 കിലോഗ്രാം റബ്ബറിൻ്റെ വിറ്റ വില എത്ര രൂപയാണ്? വാങ്ങിയ വില തന്നിട്ടുണ്ട്, ലാഭവും തന്നിട്ടുണ്ട്. അപ്പോൾ വിറ്റ വില കണ്ടുപിടിക്കാം. വിറ്റതാകെ എത്ര രൂപയ്ക്കാണ്? മൊത്തം റബ്ബറും കൂടി അദ്ദേഹം എത്ര രൂപയ്ക്ക് വിറ്റു? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലാഭം അതിൽ ഉൾപ്പെടും. ഇനി ആകെ ലാഭം എത്രയാണ്? എത്ര രൂപയ്ക്കാണ് അദ്ദേഹം വാങ്ങിയത്, എത്ര രൂപയ്ക്ക് വിറ്റു? അപ്പോൾ വാങ്ങിയതിനേക്കാൾ അധികം പൈസ കിട്ടിയത് ലാഭമല്ലേ? അപ്പോൾ എത്ര രൂപയാണ് അദ്ദേഹത്തിന് ലാഭം കിട്ടിയത്? ഇനി ലാഭ ശതമാനം എത്ര? ലാഭം മാത്രം കണ്ടാൽ പോരാ, ലാഭ ശതമാനം കൂടി കാണണം. ഓക്കെ, അപ്പോൾ എങ്ങനെ? ആദ്യത്തേത് റബ്ബർ വാങ്ങിയ വില 1 കിലോയ്ക്ക് 125 രൂപ. അദ്ദേഹം എത്ര കിലോ വാങ്ങി? 12,500 കിലോ. അപ്പോൾ ആകെ അയാൾക്ക് എത്ര രൂപയായി? 125 ഗുണം 12,500. ഗുണിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? 15,62,500 രൂപ അല്ലേ? 15,62,500 രൂപ. ഇനി 1 കിലോഗ്രാം റബ്ബറിൻ്റെ വിറ്റ വില എത്രയാ? 1 കിലോയുടെ പുറത്ത് അദ്ദേഹം 4 രൂപയാണ് ലാഭം എടുത്തത്. വാങ്ങിയത് 125 രൂപയ്ക്ക്. അപ്പം 4 രൂപ ലാഭം കൂടി ചേർത്ത് 125 അധികം 4, 129 രൂപ അല്ലേ? 1 കിലോ അയാൾ എത്ര രൂപയ്ക്ക് വിറ്റു? 129 രൂപയ്ക്ക്. 129 രൂപയ്ക്ക് വിറ്റു. ഇനി ആകെ വിറ്റ വില, അദ്ദേഹം 1 കിലോ 129 വെച്ച് എത്ര കിലോ വിറ്റു? 12,500 കിലോ വിറ്റു. അപ്പോൾ അദ്ദേഹത്തിന് ആകെ വിറ്റ വില എത്ര കിട്ടി? 129 ഗുണം 12,500. എത്രയാണ് ആൻസർ വരുന്നത്? 16,12,500 രൂപ. 16,12,500 രൂപ. അദ്ദേഹം വാങ്ങിയത് 15,62,500 വിറ്റതോ 16,12,500 രൂപയ്ക്ക്. ലാഭം എത്ര? എന്ത് ചെയ്യും? വിറ്റ വിലയിൽ നിന്ന് വാങ്ങിയ വില കുറയ്ക്കുക. 16,12,500 രൂപയിൽ നിന്നും 15,62,500 രൂപ മൈനസ് ചെയ്യുക, കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടും? 50,000 രൂപ കിട്ടും അല്ലേ? 50,000 രൂപയാണ് എന്ത്? അദ്ദേഹത്തിൻ്റെ ലാഭം. ഓക്കെ, എത്ര രൂപയാണ് ലാഭം? 50,000. ഇനി ലാഭശതമാനം കാണാൻ എന്ത് ചെയ്യണം? ലാഭശതമാനം കാണാൻ എന്താ? വാങ്ങിയ വിലയെ എന്ത് ചെയ്യുക? ലാഭം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 കൊണ്ട് ഗുണിക്കുക, ഇൻറ്റു 100 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ വാങ്ങിയ വില എത്രയായിരുന്നു? 15,62,500. അതിനെന്ത് ചെയ്യുക? 15,62,500 50,000. 50,000 ലാഭം അല്ലേ? ഇൻറ്റു 100. അപ്പോൾ എത്ര ശതമാനം? 3.2%. കച്ചവടക്കാരൻ്റെ ലാഭം 3.2%. ക്ലിയർ ആണല്ലോ? അടുത്ത പ്രവർത്തനം നോക്കൂ. പ്രവർത്തനം 6, വേലയും കൂലിയും. മോഹനനും അസീസും കൂടി ഒരു ജോലി ചെയ്തു തീർത്തു. കൂലിയായി 7,200 രൂപ അവർക്ക് ലഭിച്ചു. അത് അവർ 5:4 എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചു. അങ്ങനെയാണെങ്കിൽ മോഹനന് ആകെ ഉള്ളതിൻ്റെ എത്ര ഭാഗമാണ് ലഭിച്ചത്? മോഹനന് എത്ര രൂപ ലഭിച്ചു? അസീസിന് എത്ര രൂപ ലഭിച്ചു? അസീസിനേക്കാൾ എത്ര രൂപ കൂടുതലാണ് മോഹനന് ലഭിച്ചത്? അംശബന്ധം നന്നായി പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ എങ്ങനെയാ മോഹനന് ആകെയുള്ളതിൻ്റെ എത്ര ഭാഗം കിട്ടി? അപ്പോൾ ആ അംശബന്ധങ്ങൾ തമ്മിൽ കൂട്ടുക. 5ഉം 4ഉം 9. മോഹനന് ലഭിച്ചത് 9ൽ 5 ഭാഗം. 9ൽ 5 ഭാഗം. അപ്പോൾ 9ൽ 5 ഭാഗമാണ് ലഭിച്ചതെങ്കിൽ മോഹനന് എത്ര രൂപ കിട്ടിയിട്ടുണ്ടാവും? ആകെ കിട്ടിയത് 7,200. 7,200നെ 9ൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടാം? 4,000 രൂപ. ആർക്ക് കിട്ടിയത്? മോഹനന് ലഭിച്ചത്. ഇനി അസീസിന് ലഭിച്ച തുകയോ? അസീസിന് 7,200. അത് 9ൽ എത്ര ഭാഗം? 4 ഭാഗം. 9ൽ 4 ഭാഗമാകുമ്പോൾ എത്ര രൂപ? 3,200 രൂപ. മോഹനന് എത്ര രൂപ കൂടുതൽ ലഭിച്ചു? അസീസിനേക്കാൾ എത്ര രൂപ കൂടുതൽ ലഭിച്ചു? 4,000ൽ നിന്ന് 3,200 ലെസ് ചെയ്താൽ മതി, കുറച്ച് നോക്കിയാൽ മതി. അപ്പോൾ 4,000ൽ നിന്ന് 3,200 കുറയ്ക്കുമ്പോൾ 800 രൂപ. അപ്പോൾ മോഹനന് എത്ര രൂപയാണ് കൂടുതൽ ലഭിച്ചത്? 800 രൂപ. സിമ്പിളാണ്. വളരെ ശ്രദ്ധിച്ച് ചെയ്താൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണിത്.
പ്രവർത്തനം 7. വള്ളംകളി കാണാൻ. നോക്കൂ, ആലപ്പുഴയിൽ നടന്ന വള്ളംകളി കാണുന്നതിന് ടെസ്സി 200 കിലോമീറ്റർ അകലെയുള്ള വീട്ടിൽ നിന്ന് ശരാശരി 50 km/മണിക്കൂർ വേഗത്തിൽ പോയി. മടക്കയാത്ര 40 km/മണിക്കൂർ ആയിരുന്നു. അങ്ങോട്ട് പോയത് മണിക്കൂറിൽ 50 km വേഗതയിൽ, മടങ്ങി വന്നതോ മണിക്കൂറിൽ 40 km വേഗതയിൽ. അങ്ങനെയാണെങ്കിൽ ശരാശരി വേഗത നോക്കൂ. ആദ്യ യാത്രയ്ക്കെടുത്ത സമയം എത്ര? രണ്ടാമത് മടക്കയാത്രയ്ക്കെടുത്ത സമയം എത്ര? ആകെ സഞ്ചരിച്ച ദൂരം എത്ര? യാത്രയ്ക്കെടുത്ത ആകെ സമയം, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി എടുത്ത സമയം എത്ര? മൊത്തം യാത്രയിലെ ശരാശരി വേഗത എത്ര? ഇത്രയുമാണ് ഈ പ്രവർത്തനത്തിൽ നമ്മൾ കാണേണ്ടത്. അപ്പോൾ ആദ്യ യാത്രയ്ക്കെടുത്ത സമയം എത്രയാണ്? എത്ര കിലോമീറ്ററാണ് സഞ്ചരിച്ചത്? 200 കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്താണ് പോയതല്ലേ, വള്ളംകളി നടക്കുന്ന സ്ഥലത്ത്. അപ്പോൾ 200 ദൂരം. 200 അങ്ങോട്ട് പോയത് മണിക്കൂറിൽ 50 km വേഗതയിലായിരുന്നു. 200 50 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ 4 മണിക്കൂർ. അപ്പോൾ അതിന് എത്ര സമയം വേണ്ടി വന്നു? 4 മണിക്കൂർ. 200 കിലോമീറ്റർ മണിക്കൂറിൽ 50 km വേഗതയിൽ പോയപ്പോൾ 4 മണിക്കൂർ കൊണ്ട് അവിടെ എത്തി. ഓക്കെ. ഇനി മടക്ക യാത്രയ്ക്ക് എടുത്ത സമയമോ? ദൂരത്തിന് വ്യത്യാസമൊന്നുമില്ല, 200 തന്നെയാണ്. പക്ഷേ വേഗത കുറഞ്ഞു അല്ലേ, മണിക്കൂർ 40 ആയി. അപ്പോൾ 200 എന്ത് ചെയ്താൽ മതി? 40 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ എത്ര കിട്ടും? 5 മണിക്കൂർ അല്ലേ, 5 മണിക്കൂർ എന്ന് കിട്ടും. ആകെ സഞ്ചരിച്ച ദൂരം എത്രയാ? അങ്ങോട്ട് 200 കിലോമീറ്റർ, ഇങ്ങോട്ട് 200 കിലോമീറ്റർ, ആകെ 400 കിലോമീറ്റർ. ഇനി ആകെ സഞ്ചരിച്ച സമയം എത്രയാണ്? അങ്ങോട്ട് 4 മണിക്കൂർ, ഇങ്ങോട്ട് 5 മണിക്കൂർ, 9 മണിക്കൂർ. മൊത്തം യാത്രയിലെ ശരാശരി വേഗത എത്രയാണ്? മൊത്തം ദൂരം 400 കിലോമീറ്റർ. 400 കിലോമീറ്ററിനെ മണിക്കൂറിൻ്റെ ഡിവൈഡ് ചെയ്താൽ പോരെ, 9 മണിക്കൂർ. അപ്പോൾ ശരാശരി വേഗത 44.44 km/മണിക്കൂർ. അതിൻ്റെ യൂണിറ്റുകൾ എഴുതാൻ മറന്നു പോകരുത്. ഓക്കെ, 44.44 km/മണിക്കൂർ. അടുത്ത അവസാനത്തെ പ്രവർത്തനം നോക്കൂ. ത്രികോണത്തിൻ്റെ കോണുകൾ. ത്രികോണം PQRൻ്റെ ചുറ്റളവ് 15 സെൻറ്റിമീറ്റർ. PQ ഈക്വലാണ് PR. PQ 5.5 സെൻറ്റിമീറ്റർ, 5.5 സെൻറ്റിമീറ്ററാണ് PQ. അങ്ങനെയാണെങ്കിൽ QR എത്ര? ത്രികോണം PQR വരയ്ക്കുക. അളവ് മുകളിൽ തന്നിട്ടുണ്ട്. ത്രികോണം PQRൻ്റെ കോണുകളെല്ലാം അളന്നെഴുതുക. ഈ പ്രവർത്തനങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ 3 പ്രവർത്തനങ്ങൾ അല്ലേ. അപ്പോൾ എങ്ങനെ ചെയ്യാം ഇത്? നോക്കൂ, PQ എത്രയാണ്? 5.5 സെൻറ്റിമീറ്റർ അല്ലേ. PR 5.5 സെൻറ്റിമീറ്റർ. കാര്യം അത് രണ്ടും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ QR എത്രയായിരിക്കും? ആകെ അളവ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ 15. 15-ൽ നിന്ന് ഈ 2 അളവ് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 5.5 അധികം 5.5 എത്ര കിട്ടും? 5.5 × 5.5 11 അല്ലേ. 15-ൽ നിന്ന് 11 കുറയ്ക്കുമ്പോൾ 4 സെൻറ്റിമീറ്റർ. മനസ്സിലായല്ലോ അതെങ്ങനെ വന്നേന്ന്? നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ PQവും PRും ഈക്വൽ ആണ്, ഒന്നാണെന്ന് തന്നിട്ടുണ്ട്. ഒന്നിൻ്റെ അളവ് തന്നിട്ടുണ്ട് 5.5 ആണെന്ന്. അപ്പോൾ പിന്നെ അടുത്തതും കാണാമല്ലോ, ഈക്വൽ ആണെങ്കിൽ അത് തന്നെ ആയിരിക്കും. അപ്പോൾ 15-ൽ നിന്ന് അത് കുറച്ചാൽ മതി. 5.5-ഉം 5.5-ഉം കൂടെ കൂട്ടുമ്പോൾ 11 കിട്ടും. 15-ൽ നിന്ന് 11 കുറയ്ക്കുമ്പോൾ 4, അപ്പോൾ 4 സെൻറ്റിമീറ്റർ. ഇനി ത്രികോണം വരയ്ക്കാൻ അറിയാമല്ലോ. പിന്നെ കോണളവുകൾ കണ്ടെത്താൻ എത്രയാ? P 44 ഡിഗ്രി, Q 68 ഡിഗ്രി, R 68 ഡിഗ്രി. കാരണം ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ PQവും PRും ഒരേ നീളമാണ്. അപ്പോൾ Qവും Rും, Qവിൻ്റെയും Rൻ്റെയും കോണളവ് തുല്യമായിരിക്കും. അടുത്തത് കാണാമല്ലോ. ആകെ എത്ര വരണം? 180 ഡിഗ്രി വരണം. 180 ഡിഗ്രിയാണ് ഒരു ത്രികോണത്തിൻ്റെ ആകെ കോണളവ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ. നന്നായി എക്സാം എഴുതുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ.